സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. പൂർണ്ണമായും തള്ളണമെന്നാവശ്യപ്പെട്ട് ഏക MLA RMPയിലെ KK രമയായിരുന്നു. സ്വകാര്യ സർവകലാശാലയെ ചൊല്ലി ഏറെക്കാലം പോരടിച്ചതിനു ശേഷമാണ് പ്രതിപക്ഷത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരത്തോടെ ബിൽ പാസാക്കിയത്. 1392 ഭേദഗതി നിർദ്ദേശങ്ങൾ ഉന്നയിക്കപ്പെട്ട ബില്ലിന്മേൽ 2 ദിവസം ചർച്ച നടന്നു. ആഗോളതലത്തിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായ നിലയിലാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. നിയമപരമായ നിയന്ത്രണങ്ങളും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഫീസ് ഇളവെന്ന പ്രതിപക്ഷ ഭേദഗതി അംഗീകരിക്കപ്പെട്ടില്ല. വ്യവസ്ഥകളെ എതിർക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ബില്ലിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ഈ ബില്ല് നിയമമായി അത് നടപ്പാക്കുന്നതിന് മുമ്പ് ഗൗരവമായൊരു പഠനം കൂടി സർക്കാർ ഒരു കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനം വെച്ച് പഠിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ബില്ല് പൂർണ്ണമായും തള്ളണമെന്ന KK രമയുടെ ആവശ്യം സഭയിൽ വേറിട്ട ശബ്ദമായി. ഈ ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് സാർ എൻ്റെ അഭിപ്രായം. അത് പിൻവലിച്ച് ഇല്ലെങ്കിൽ നേരത്തെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനൊക്കെ എതിർത്ത ആളുകൾ അതേ നയം ഇന്ന് തുടരുകയാണ്. ഇത് പണമുള്ളവർക്ക് മാത്രമേ ഇവിടെ പഠിക്കാൻ കഴിയൂ. 25 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ 25 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈടാക്കേണ്ടത്. ബില്ല് പാസാക്കുന്ന ദിവസം CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISF നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ ബിൽ നിയമമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.